ഒന്നോ രണ്ടോ വയസ്സ് കഴിയുമ്പോഴേക്ക് എല്ലാ കുട്ടികളുടെയും മുമ്പിൽ രക്ഷിതാക്കൾ കൊടുക്കുന്നത് അവരെ കരച്ചിൽ നിർത്താനായേക്കാം, അവരെ ആശ്വസിപ്പിക്കാനായേക്കാം മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോൺ കിട്ടിയാൽ കുട്ടി ആദ്യത്തെ ശ്രമം അതിലെ ഉപകാരപ്രദമായ അനിവാര്യമായ ധാരാളം ഓപ്ഷനുകളുണ്ട്. അതിൽ വീഡിയോ ഫോട്ടോ എടുക്കേണ്ടിടത്ത് എടുക്കണം. പക്ഷേ എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച്, എടുക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ബാലപാഠങ്ങളിലൊക്കെ ആദ്യം കൊടുക്കേണ്ടത് ബോധവൽക്കരണം അനിവാര്യമായിരിക്കുകയാണ്. ഏതൊരു മനുഷ്യനും സ്വകാര്യതകളുണ്ടാകും, വികൃതമായ രൂപങ്ങളുണ്ടാകും. ഒരു ഫോട്ടോഗ്രാഫർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുക ചിരിക്കാത്തത് ചിരിപ്പിക്കാനായിരിക്കും. ചിരിക്കുന്ന മുഖം അത് ഒന്നുകൂടി ഹൈ പ്രൊഫഷണലായ ഫോട്ടോഗ്രാഫറാണെങ്കിൽ ആർട്ടിഫിഷ്യലല്ല ചിരിയല്ലാതെ, ചിരിക്കുന്ന പറഞ്ഞ് ചിരിപ്പിക്കാതെ അദ്ദേഹത്തെ നാച്ചുറലായ ഒരു ചിരി, അങ്ങനെ ഏതൊരു ഫോട്ടോ അത് മരിച്ചാലും കാലാക്കാലും നിൽക്കുന്ന ഒന്നാണ്. അവിടെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വകാര്യതകളുണ്ടാകും, പല ഇമോഷനുകളുണ്ടാകും, പല രൂപങ്ങളുണ്ടാകും. അതിൽ അവൻ ഇഷ്ടപ്പെടാത്ത, എന്നെക്കുറിച്ച് ഞാൻ ഇഷ്ടപ്പെടാത്ത ഫോട്ടോ വരുന്നത് അത് ഗീബത്ത് ആണെന്ന് മനസ്സിലാക്കി. മുൻകാലങ്ങളിലൊക്കെ ഒരു വ്യക്തി മറ്റു വ്യക്തിയോട് പറയലായിരുന്നു. ഇപ്പോഴത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ലക്ഷക്കണക്കിന് ആളുകൾ, അതോ ഞാൻ മരിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് മറ്റുള്ളവർ ആഹ്ലാദിക്കുമ്പോൾ എൻ്റെ മക്കളുടെ വേദന എത്രയായിരിക്കും, എൻ്റെ കൂട്ടുകുടുംബങ്ങൾ ദുഃഖം എത്രയായിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഫോട്ടോ, വീഡിയോ എന്നൊക്കെ പറയുന്നത് കുപ്പി, കത്തി പോലെയാണ്. കുപ്പിയിലുള്ളത് മദ്യമാണെങ്കിൽ ആ കുപ്പി ഉപയോഗിക്കൽ ഹറാമാണ്. അതേ സ്ഥാനത്ത് കുപ്പിയിലുള്ളത് ജീവൻ രക്ഷയ്ക്ക് അനിവാര്യമായ മരുന്നാണെങ്കിൽ അത് കഴിച്ചില്ല എങ്കിൽ എൻ്റെ ജീവന് വല്ലതും അപകടപ്പെടുമെങ്കിൽ അത് ഞാൻ കഴിക്കൽ നിർബന്ധമാണ്. കുപ്പിയുള്ളത് മിനറൽ വാട്ടറാണ്. അത് കുടിക്കണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുടിക്കാം, ഇല്ലെങ്കിൽ കുടിക്കാതിരിക്കാം. കത്തി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം. നമ്മുടെ ഉമ്മമാരാരും കത്തി ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതുകൊണ്ട് ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ പറ്റുമോ? നമുക്ക് മത്സ്യവും മാംസവും പച്ചക്കറിയൊക്കെ കഷ്ണിക്കാതെ മുറിക്കാതെ ഉപയോഗിക്കാൻ പറ്റുമോ? മല്ല ഇന്ദഹു സിക്കീൻ ഫോഹ മിസ്കീൻ എന്ന അറബിയിൽ ആപ്തവാക്യമുണ്ട്. കത്തിയില്ലെങ്കിൽ അവൻ മിസ്കീനാണ്. പക്ഷേ അത് കരുതി ഞാനും നിങ്ങളും കത്തിയുമായി റോട്ടിലൂടെ നടന്നാൽ നിയമപാലകർ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളിടത്ത് ആവശ്യാനുസരണം ആവശ്യം പോലെ ചെയ്യുക എന്നല്ലാതെ ദുരുപയോഗപ്പെടുത്തൽ ഒട്ടും ശരിയല്ല. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം നടത്തുന്നത് വളരെ നന്നായിരിക്കും.